നമസ്കാരം. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ അവിടെ കൂടിയപ്പോൾ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയർന്ന ഒരു വലിയ ആരോപണമുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ CPM-ന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിമം ഒരു 50 സീറ്റെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഒട്ടുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് വെറും 35 സീറ്റുകൾ മാത്രമായിരുന്നു. അതിൽ ഇത്തവണ പൂജ്യരായിരിക്കുന്നത് KM മാണിയുടെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അടക്കം ഒന്നും നേടാൻ കഴിയാതെ പോകുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ CPM-നുണ്ടായ ഒരു വലിയ അപജയത്തെക്കുറിച്ച് തന്നെയായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള രൂക്ഷമായ വിമർശനം. ആ രൂക്ഷ വിമർശനത്തെ തുടർന്ന് പല തരത്തിലായിരുന്നു ആ രൂക്ഷ വിമർശനം ഉണ്ടായത് എന്ന് നമുക്കറിയാം. അതായത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ പാളിച്ചകൾ സംഭവിച്ചു. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ അവരുടെ ആശംസ വായിച്ചു തുടങ്ങിയ അനവധിയായ കാര്യങ്ങളാണ് സത്യത്തിൽ വിശദമായി ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായ വിമർശനം. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ സ്പീക്കറായിരുന്ന AN ഷംസീർ അദ്ദേഹം മലപ്പുറത്ത് കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ചും ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഓരോന്നായി നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണിപ്പറഞ്ഞു എന്ന് തന്നെയാണ്, അതായത് കൃത്യമായി എണ്ണി പറയുകയാണ് ശരിക്കും നമ്മുടെ ഷംസീർ ചെയ്യുന്നത്. ഷംസീർ പറഞ്ഞതിനകത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നത് അവിടെ ഇവർ തമ്മിൽ നേരത്തെ വിവാദത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫണ്ട് തട്ടിപ്പ് കേസുമായി, അതായത് നമുക്കറിയാം ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മുൻ MLA ആയിരുന്നില്ല, അതായത് TA മധുസൂദനെ ആയിരുന്നില്ല അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഷംസീർ പറയുന്നത്. കാരണം എന്താണോ അവിടെ ഉയർത്തിയിരുന്ന ഒരു വിവാദം, അതായത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി മധുസൂദനനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കുഞ്ഞികൃഷ്ണൻ വളരെ കാര്യമായി പല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമായി മാറിയപ്പോൾ മധുസൂദൻ എന്ന് പറയുന്ന അന്ന് MLA ആയിരുന്ന ആള് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു തെറ്റായ സന്ദേശമാണ് പകർന്നു നൽകിയത്, അല്ലെങ്കിൽ പാർട്ടി ജനങ്ങൾക്ക് നൽകിയത്, പൊതുജനത്തിന് നൽകിയത് ഒരു തെറ്റായ സന്ദേശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അങ്ങനെ യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ലാതിരുന്നിട്ട് കൂടി എന്തിനാണ് മധുസൂദനെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കപ്പെട്ടത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല നിയമിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ തളിപ്പറമ്പാണ്. ആ തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട്. തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്യാമള ടീച്ചറെ മത്സരിപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് ഷംസീർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ TK ഗോവിന്ദൻ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും പാർട്ടി ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട്. പാർട്ടിക്ക് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിമത മുദ്ര കുത്തി ഒഴിച്ചു മാറ്റി നിർത്തുകയായിരുന്നില്ല അവിടെ വേണ്ടിയിരുന്നത്. പകരം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയോ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പാർട്ടി സ്വയം മാറ്റപ്പെടുകയോ ചെയ്യണമായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർ മത്സരിക്കുമ്പോൾ ശ്യാമള ടീച്ചർ തളിപ്പറമ്പിലല്ലാതെ വേറെ എവിടെ മത്സരിച്ചിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമ്പോൾ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് കടകവിരുദ്ധമായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് പ്രഖ്യാപിത നിലപാട്? ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ മകൾ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു സിദ്ധാന്തത്തിൽ നിന്നും വിട്ടുമാറിയതുകൊണ്ട് പാർട്ടി ചിന്തിക്കണമായിരുന്നു. അവിടെ കൊടുക്കേണ്ടിയിരുന്നത് ശ്യാമള ടീച്ചറെ ആയിരുന്നില്ല, കഴിവുള്ള വേറെ ഏതെങ്കിലും ഒന്നാന്തരം സ്ഥാനാർത്ഥിയെ തന്നെ ആയിരുന്നു. അത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞാൽ മനസ്സിലാക്കണമായിരുന്നു. മനസ്സിലാക്കാതെ ശ്യാമള ടീച്ചറെ തന്നെ അവിടെ നിയമിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു പാർട്ടി എടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായി ഷംസീറിന് പോലും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇതാണ് പറയുന്നത്, പാർട്ടിയിലുള്ള ഓരോ നേതാക്കന്മാർക്കും
പാർട്ടിയിലുള്ള ഓരോ അണികൾക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ പാർട്ടി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് അവർക്ക് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ പാർട്ടി ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തകരിൽ നിന്ന് പോലും അകന്നു മാറി നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ നിയമസഭാ കാലഘട്ടം കടന്നു പോകുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ശക്തിയുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. സത്യമായിരുന്നില്ലേ അത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, സമുദായത്തിന് പോലും വേണ്ടാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തെ എന്തിനായിരുന്നു CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്ത് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നത്? സ്വന്തം മുഖ്യമന്ത്രി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൽ, 1-ാം നമ്പർ വാഹനത്തിൽ പോലും കൈ പിടിച്ച് കയറ്റാൻ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്തായിരുന്നു ഇത്ര തിടുക്കം? മലപ്പുറത്തിനെതിരായി, ഇന്നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി, ഈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും ശക്തമായ ഒരു പ്രതിരോധം തീർക്കുവാൻ ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതിലെ ഒരു നേതാവിന് പോലും കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ അവിടെ എവിടെയൊക്കെ ചില ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി മാറി നിന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ശക്തമായി പ്രതിരോധിക്കാനോ ശക്തമായി പ്രതിഷേധിക്കാനോ ഒരു CPM നേതാവിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി തീർന്നു എന്ന് ഷംസീർ നിരീക്ഷിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തെറ്റില്ല. ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തെ പുനർനവീകരിക്കുന്നതിനും ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന അടക്കമുള്ള വിശാലമായ ഒരു പദ്ധതി, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് ശബരിമല ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടുന്ന് പോയത് ഒരു തെറ്റായ സന്ദേശമായിരുന്നു. അതായത് ന്യൂനപക്ഷ വിരുദ്ധതയാണ് അവിടെ നിന്നും ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം. അതായത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സംഘപരിവാറിസത്തോട് യോജിച്ച് നിൽക്കുന്നു, ഹൈന്ദവവൽക്കരണത്തിന് കുടപിടിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ധ്വനി അവിടെ ഉണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ. അതിലെന്ത് വിഷയം ചർച്ച ചെയ്തു എന്നതിനപ്പുറത്തേക്ക് പൊതുജനം അല്ലെങ്കിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞത് മറ്റൊരു മുഖമായിരുന്നു. CPM-ന്റെ സംഘപരിവാർ സ്നേഹമാണ് അവിടെയും തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നുകൂടി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നുണ്ട്, പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ തെറ്റ് CPM എന്ന് പറയുന്ന പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അതിനുമപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ കൈപിടിച്ച് 1-ാം നമ്പർ കാറിനുള്ളിൽ കയറ്റി അവിടെ കൊണ്ടുപോയതും തെറ്റ് തന്നെയാണ്. അതും വലിയ തെറ്റായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് അവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ, അതും അങ്ങേയറ്റം സംഘിയായ ഒരാളുടെ വാർത്ത അല്ലെങ്കിൽ അയാളുടെ ആശംസ നാണമുണ്ടായിരുന്നോ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് അവിടെ കയറി ചെയ്യുന്നതുകൊണ്ട് ഉച്ചത്തിൽ വായിക്കാൻ? ഉത്തർപ്രദേശിലെ ആയിരുന്നോ വേണ്ടിയിരുന്നത്? അല്ല, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നല്ലേ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നും അല്ലല്ലോ വായിച്ചത്. പകരം യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിക്കാൻ എന്തായിരുന്നു ഇത്ര തിടുക്കം? അതും തെറ്റായി പോയി എന്ന് ഷംസീർ അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. ഷൈല ടീച്ചറിനെ മത്സരിപ്പിക്കേണ്ടത് മട്ടന്നൂരിലായിരുന്നു, പകരം പേരാവൂരിലായിരുന്നില്ല. പക്ഷേ അവിടെ അതല്ലായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ തരത്തിൽ പാർട്ടി തോറ്റതിന് ശേഷം പാർട്ടി ഇവിടെ ഇത്രയും ദാരുണമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 50 സീറ്റിലെങ്കിലും മിനിമം വിജയിക്കാൻ കഴിയുമായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്ക്, ആ പാർട്ടി നയിക്കുന്ന LDF എന്ന് പറയുന്ന മുന്നണിക്ക് വെറും 35 സീറ്റുകൾ മാത്രം നേടാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്തെ പരാജയം തന്നെ അല്ലേ? അപ്പോൾ ആത്മവിമർശനത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ടത്. അവിടെ നിലവിലുള്ള നേതാക്കന്മാരെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആ നേതാക്കന്മാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആ നേതാക്കളിൽ നിന്നും പാർട്ടിയെ തിരിച്ചു പിടിക്കുകയും, ഇപ്പം ഗോവിന്ദൻ മാഷിനെതിരെ ശക്തമായ വികാരമുണ്ടെന്നേ, ഇവിടെ പാർട്ടി അണികൾക്കിടയിൽ പോലും പ്രവർത്തകർക്കിടയിൽ പോലും ശക്തമായ, അനുഭാവികൾക്കിടയിൽ പോലും ശക്തമായ ഒരു ഗോവിന്ദൻ വിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായൊരു കാര്യമല്ലേ? അതിന് ഗോവിന്ദൻ മാഷ് രാജിപ്രഖ്യാപനത്തിന് ഒരുങ്ങണം സ്വമേധയാ. കാരണം ഇനിയും ഇത്തരത്തിലുള്ള ആക്ഷേപം കേട്ടുകൊണ്ട് കടിച്ചു തൂങ്ങി കിടക്കാനുള്ളതല്ല CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം. ആ പദവിക്ക് നിരവധി കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാനുണ്ട്. ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ അടുത്ത 5 വർഷക്കാലം സമരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ആ സമരങ്ങൾ കൊണ്ട് നിറച്ചതിന് ശേഷം ജനങ്ങളുടെ മനസ്സിലേക്ക് തിരികെ എത്താൻ കഴിയണമെങ്കിൽ ശക്തമായ ഒരു നേതൃത്വം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
അതിന് ഇനി തലമുറകളിലേക്ക് മാറണമെന്നേ, പുതിയ തലമുറക്കാരില്ലേ, ഷംസീറില്ലേ, ഈ പറയുന്ന എം സ്വരാജില്ലേ, അങ്ങനെ എത്ര നേതാക്കന്മാർ ഇന്ന് പാർട്ടിക്കുണ്ട്. LDF കൺവീനറായിട്ട് ടി പി രാമകൃഷ്ണനെ പോലെ ഒരാളെ ഇരുത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം കഴിഞ്ഞ കാലത്തുണ്ടായോ? ഉണ്ടായില്ല. പി രാജീവിനെ പോലുള്ള ആൾക്കാർ വരണ്ടേ അവിടെ? ശക്തരായ നേതാക്കന്മാർ വരണ്ടേ അവിടെ? അപ്പം പാർട്ടി സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞാൽ കോടിയേരി സഖാവിനെ പോലെ ആയിരിക്കണമായിരുന്നു. അതല്ലെങ്കിൽ പിണറായി വിജയൻ ഇരുന്ന കാലഘട്ടം പോലെ ആയിരിക്കണം പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. ഇത് പാർട്ടിക്ക് മുകളിലേക്ക് ഇവിടെ ചില വ്യക്തികൾ, പിണറായി വിജയൻ അടക്കമുള്ള വ്യക്തികൾ വളർന്നതിനെക്കുറിച്ച് ശക്തമായ ചോദ്യം ചെയ്യലുകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മറികടന്നില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന വെറും അരിവാൾ ചുറ്റിക നക്ഷത്രവും നിറച്ച് വെറും ചിഹ്നത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് ഷംസീർ ഈ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.